മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന കാറ്റിലും അഷറഫിന്റെ മനസ്സ് എപ്പോഴും കുളിർമ തേടിയിരുന്നത് പച്ചപ്പ് നിറഞ്ഞ തന്റെ ഗ്രാമത്തിലേക്കായിരുന്നു. 10 വർഷത്തെ പ്രവാസ ജീവിതം അവന് സമ്മാനിച്ചത് സാമ്പത്തിക ഭദ്രത ആയിരുന്നുവെങ്കിലും നഷ്ടപ്പെട്ടത് തന്റെ ഭാര്യ ആമിനയുടെയും മകന്റെയും സ്നേഹമാണ്. ദുബായിലെ തിരക്കേറിയ വർക്ക്ഷോപ്പിൽ യന്ത്രങ്ങളുമായി മല്ലിടുമ്പോഴും ആമിനയുടെ ചിരിക്കുന്ന മുഖവും 8 വയസ്സ് പ്രായമുള്ള മകൻ റയാന്റെ കുറുമ്പുകളും അവന് ആശ്വാസമായി. ഓരോ മാസവും താൻ അയക്കുന്ന പണത്തിനപ്പുറം തനിക്ക് തന്റെ കുടുംബത്തിന് നൽകാൻ മറ്റൊന്നുമില്ലല്ലോ എന്നുള്ള വിഷമം അവന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. മണൽക്കാറ്റ് വീശുന്ന ലേബർ ക്യാമ്പിലെ ഇടുങ്ങിയ മുറിയിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ അവൻ കണ്ടിരുന്നത് തന്റെ നാട്ടിലെ ചെറിയ മസ്ജിദിലെ ബാങ്ക് വിളിയും തന്റെ പള്ളിപ്പറമ്പിലെ ആൽമര ചുവടുമായിരുന്നു. വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന ഓരോ ദിനാറിലും അവൻ തന്റെ പ്രിയപ്പെട്ടവരുടെ ഭാവി സുരക്ഷിതമാക്കുകയായിരുന്നു. എന്നാൽ നാട്ടിൽ ആമിനയുടെ ജീവിതം വേറൊരു ദിശയിലേക്ക് മാറുകയായിരുന്നു. ഉയർന്ന മതിൽക്കെട്ടുള്ള ആഡംബര വീടിനുള്ളിൽ മകനോടൊപ്പം കഴിയുമ്പോഴും അവളുടെ ഉള്ളിനുള്ളിൽ അവൾ വല്ലാത്ത ഒരു ഏകാന്തത അനുഭവിച്ചിരുന്നു. അഷറഫിന്റെ ഫോൺ വിളികളിൽ അവൾക്ക് എപ്പോഴും കേൾക്കുവാൻ സാധിച്ചത് സാമ്പത്തിക സുരക്ഷിതത്വവും ലോണുകളെ കുറിച്ചുള്ള കാര്യങ്ങളും മാത്രമാണ്. ആ സ്നേഹത്തിൽ ഒരു യന്ത്രത്തിന്റെ കൃത്യതയുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യ സഹജമായ വികാരങ്ങൾ വളരെ കുറവാണെന്ന് ആമിന മനസ്സിലാക്കി. താൻ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ഒറ്റപ്പെടൽ അഷ്റഫിന് മനസ്സിലാകുന്നില്ല എന്ന് അവൾ പരാതിപ്പെട്ടു. ഓരോ പെരുന്നാളിനും അഷ്റഫ് അയക്കുന്ന പുതിയ കുപ്പായങ്ങളും ആഭരണങ്ങളും തന്റെ ശൂന്യത നികത്താൻ പര്യാപ്തമല്ലെന്ന് അവൾ കരുതി. അയൽപ്പക്കത്തെ കല്യാണ വീടുകളിലും കുടുംബ സംഗമങ്ങളിലും തനിച്ചു പോകുമ്പോൾ അവൾ അനുഭവിച്ചിരുന്ന അപകർഷതാബോധം പതുക്കെ പതുക്കെ അഷറഫിനോടുള്ള വെറുപ്പായി മാറി. തന്റെ യൗവനം 4 ചുവരുകൾക്കുള്ളിൽ തടവിലാക്കപ്പെട്ട പോലെ ആമിനയ്ക്ക് തോന്നി. മഴ കനത്തു പെയ്യുന്ന ആ കർക്കിടക സന്ധ്യയിലാണ് ആമിനയുടെ ഫോണിലേക്ക് ഫേസ്ബുക്ക് വഴി ആ സന്ദേശം എത്തുന്നത്. നജീബ്, അഷ്റഫിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അഷ്റഫ് നാട്ടിൽ വരുമ്പോൾ വീട്ടിലെത്തി തങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചും തമാശകൾ പറഞ്ഞും തങ്ങളുടെ ഇഷ്ടം സമ്പാദിച്ചവൻ. ഹായ് അയച്ച് സുഖമാണോ എന്ന് തിരക്കിയ ആ മെസ്സേജുകൾ വളരെ വേഗത്തിൽ തന്നെ വളർന്നു. തുടക്കത്തിൽ അഷ്റഫിനെ കുറിച്ച് ചോദിച്ചായിരുന്നു നജീബിന്റെ മെസ്സേജുകളെല്ലാം. പിന്നീട് അഷ്റഫ് പ്രവാസ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചെല്ലാം നജീബ് വാചാലനായി. അതേസമയം ആമിന അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളെ കുറിച്ചും അവൻ ചോദിച്ചറിഞ്ഞു. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കാൾ വലുത് അവളോടൊപ്പം അവളുടെ തോളോട് ചേർന്ന് നിൽക്കുവാൻ ഒരാൾ ഉണ്ടാവുക എന്നതല്ലേ എന്ന ചോദ്യം ആമിനയുടെ ഹൃദയത്തിൽ കൊണ്ടു. താൻ അനുഭവിക്കുന്ന ശൂന്യത മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടല്ലോ എന്നോർത്ത് അവൾ ആശ്വസിച്ചു. നജീബ് പ്ലാൻ ചെയ്തുള്ള നീക്കങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അഷ്റഫ് ഇല്ലാത്ത വിടവിലേക്ക് അവൻ പതുക്കെ തന്റെ വാക്കുകളിലൂടെ നുഴഞ്ഞു കയറി. പതുക്കെ പതുക്കെ ആമിനയും നജീബും തമ്മിലുള്ള സംഭാഷണങ്ങൾ പാതിരാത്രി വരെ നീണ്ടു. മകൻ ഉറങ്ങിക്കഴിയുമ്പോൾ പുതപ്പ് തലയിൽ മൂടി അവൾ നജീബുമായി സംസാരിച്ചു. അഷ്റഫ് തനിക്ക് അയക്കുന്ന പണത്തെക്കാൾ വലുത് നജീബ് തനിക്ക് നൽകുന്ന സ്നേഹവും സ്നേഹം നിറഞ്ഞ പെരുമാറ്റവുമാണെന്ന് ആമിന വിശ്വസിച്ചു. നജീബിന്റെ സാമീപ്യം ആമിനയ്ക്ക് ജീവിതത്തിൽ വലിയൊരു ആശ്വാസമായി മാറി. ഓരോ ദിവസവും നജീബിന്റെ മെസ്സേജുകൾക്കായി അവൾ കാത്തിരുന്നു. മാസങ്ങൾ കഴിഞ്ഞതോടെ ചാറ്റിംഗ് വീഡിയോ കോളുകളായും പിന്നീട് രഹസ്യ കൂടിക്കാഴ്ചകളായും മാറി. മകൻ മദ്രസയിലും സ്കൂളിലും പോയി കഴിഞ്ഞാൽ ആമിനയുടെ ലോകം നജീബായി മാറി. അഷ്റഫ് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് അവൾ നജീബിന് വില കൂടിയ ഫോണും വാച്ചും സമ്മാനമായി നൽകി. നജീബ് ഇടയ്ക്കിടയ്ക്ക് ആമിനയുടെ വീട്ടിലേക്ക് രഹസ്യമായി എത്താൻ തുടങ്ങി. പുറം ലോകത്തെ ഭയന്നിരുന്നു എങ്കിലും പ്രണയത്തിന്റെ തീവ്രതയിൽ അവൾ അതൊന്നും കാര്യമാക്കി എടുത്തില്ല. നജീബ് കാണിക്കുന്ന സ്നേഹവും കരുതലും കപടമാണെന്നും അവന്റെ ലക്ഷ്യം അവളുടെ പണവും ശരീരവുമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ആമിനയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. താൻ അഷ്റഫിനോട് ചെയ്യുന്നത് വലിയൊരു ചതിയാണെന്നുള്ള തിരിച്ചറിവ് നജീബുമായി പങ്കിടുന്ന ഓരോ നിമിഷത്തിലും അവൾ മറന്നു. ഓരോ നിസ്കാരപ്പായയിലും ആമിനയ്ക്ക് അവളുടെ മനസമാധാനം നഷ്ടപ്പെട്ടു. എന്നാലും അവൾ ആ വഴിയിൽ നിന്ന് പിന്മാറിയില്ല. അഷ്റഫ് ദുബായിൽ നിന്ന് വിളിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ആമിന ഒഴിഞ്ഞുമാറി. തനിക്ക് തലവേദനയാണെന്നും വയറുവേദനയാണെന്നും കുറച്ച് തിരക്കിലാണെന്നും ഉള്ള കാരണങ്ങൾ അവൾ അയാളുടെ മുന്നിൽ നിരത്തി. അഷ്റഫിന് സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നുവെങ്കിലും ആമിനയെ അവിശ്വസിക്കുവാൻ അവൻ തയ്യാറായില്ല. ഒടുവിൽ നാട്ടിൽ പരസ്യമായ ഈ ബന്ധം നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഇടയിൽ സംസാര വിഷയമായി മാറി. അഷ്റഫിന്റെ കാതുകളിലും എത്തി ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ.
ആദ്യമൊന്നും അവൻ അത് വിശ്വസിക്കാൻ കൂട്ടായില്ലെങ്കിലും കിട്ടിയ തെളിവുകൾ അവനെ കൊണ്ടത് വിശ്വസിപ്പിച്ചു. ആർക്കും ഒരു മുന്നറിയിപ്പ് നൽകാതെ അവൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്കെത്തി. നാട്ടിലെത്തിയപ്പോൾ സമയം രാത്രി ആയിരുന്നു. രാത്രി വീട്ടിലെത്തിയ അവൻ കണ്ടത് തന്റെ പ്രിയ സുഹൃത്തും ഭാര്യയും ഒരുമിച്ച് കിടപ്പറ പങ്കിടുന്ന രംഗമായിരുന്നു. അതവനെ വല്ലാണ്ട് ഞെട്ടിച്ചു കളഞ്ഞു. അഷറഫ് ഒന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ പോലും ആവാതെ തകർന്നുപോയി. പക്ഷേ ആമിനയ്ക്ക് ഒരു അല്പം പോലും കുറ്റബോധമുണ്ടായിരുന്നില്ല. പിടിക്കപ്പെട്ടപ്പോൾ അവൾ കൂടുതൽ ദേഷ്യത്തിൽ സംസാരിച്ചു. തനിക്ക് വേണ്ടത് നജീബിനെയാണെന്നും ഈ ബന്ധം താൻ തുടരുമെന്നും അഷറഫിന്റെ മുഖത്ത് നോക്കി അവൾ തീർത്തു പറഞ്ഞു. താൻ 10 വർഷം അനുഭവിച്ച ഏകാന്തതയ്ക്ക് കാരണം അഷറഫാണെന്ന് അവൾ കുറ്റപ്പെടുത്തി. തന്റെ കുടുംബം തന്റെ കൺമുന്നിൽ വെച്ച് തകരുന്നത് നോക്കി അഷറഫ് നിസ്സഹായനായി നിന്നു. മകൻ റയാന്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കുമ്പോൾ മാത്രമാണ് അഷ്റഫ് തളരാതിരുന്നത്. ഉമ്മയുടെ ഈ മാറ്റം റയാനെ വല്ലാതെ ബാധിച്ചു. ഉമ്മയുടെ സ്നേഹത്തിനായി അവൻ കരഞ്ഞെങ്കിലും ആമിനയുടെ ഹൃദയം അപ്പോഴേക്കും കല്ലായി മാറിയിരുന്നു. തന്റെ കുഞ്ഞിനേക്കാൾ വലുത് നജീബാണെന്ന് അവൾ വിശ്വസിച്ചു. ഒടുവിൽ മഹല് കമ്മിറ്റിയുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നു. അഷ്റഫ് അവളെ തിരികെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു, തന്റെ മകൻ റയാനെ ഓർത്ത്. എന്നാൽ ആമിന തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അവൾക്ക് വേണ്ടത് നജീബും അവനോടൊപ്പമുള്ള ഒരു പുതിയ ജീവിതവുമായിരുന്നു. 8 വയസ്സ് പ്രായമുള്ള തന്റെ മകൻ റയാനെയും വർഷങ്ങളോളം തന്നെ പൊന്നുപോലെ നോക്കിയ ഭർത്താവ് അഷറഫിനെയും തനിച്ചാക്കി അവൾ നജീബിനൊപ്പം കൈപിടിച്ചിറങ്ങിപ്പോയി. വീടിന്റെ പടികളിറങ്ങി പോകുമ്പോൾ അവൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. മകന്റെ നിലവിളി അവളുടെ കാതുകളിൽ പതിഞ്ഞില്ല. അഷ്റഫ് തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തന്റെ ജീവിതത്തിൽ തന്നോട് ഏറ്റവും വലിയ ചതി ചെയ്ത സുഹൃത്തിനെ അവൻ പടച്ചവനെ വിട്ടുകൊടുത്തു. ആമിനയുമായുള്ള നിയമപരമായ വേർപിരിയലിന് ശേഷം അഷ്റഫ് ദുബായിലേക്ക് തിരിച്ചു പോയില്ല. അവൻ നാട്ടിൽ തന്നെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. തന്റെ മകനെ ഒരു കുറവുകളും അറിയിക്കാതെ വളർത്താൻ അവൻ തന്റെ ജീവിതം മാറ്റിവെച്ചു. മാസങ്ങൾ കടന്നുപോയതോടെ ആമിനയും നജീബും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങി. ആമിനയോടുള്ള അവന്റെ പഴയ ആവേശമെല്ലാം കെട്ടടങ്ങി. സ്വന്തം മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചു വന്ന ആമിനയെ നജീബിന് വിശ്വസിക്കാനായില്ല. അവൾ വീണ്ടും മറ്റാരെങ്കിലുമായി ബന്ധത്തിലാകുമോ എന്ന് നജീബ് സംശയിച്ചു തുടങ്ങി. അഷ്റഫ് നൽകിയ സ്വസ്ഥതയോ സമാധാനമോ സമ്പത്തോ നജീബിനൊപ്പമുള്ള ജീവിതത്തിൽ ആമിനയ്ക്ക് ലഭിച്ചില്ല. നജീബ് മദ്യത്തിന് അടിമയാവുകയും ആമിനയെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. താൻ ചെയ്ത തെറ്റുകളുടെ ആഴം അവൾ പതിയെ മനസ്സിലാക്കി തുടങ്ങി. ഒരു ചെറിയ വാടക വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുമ്പോൾ അവൾ പഴയ തന്റെ കൊട്ടാരം പോലുള്ള വീടും റയാന്റെ കുറുമ്പുകളും ഓർത്ത് ഏങ്ങിക്കരഞ്ഞു. രാത്രിയിൽ തന്റെ മകന്റെ വിളി ഉറക്കത്തിൽ സ്വപ്നം കണ്ട് അവൾ ഞെട്ടി ഉണർന്നു. റയാനെ ഒന്ന് കാണാൻ അവൾ കൊതിച്ചു. അഷറഫും മകനും ആമിനയെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കിയിരുന്നു. അവൾക്ക് തന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ആ ബന്ധം തന്റെ ജീവിതത്തെ ചുട്ടു ചാമ്പലാക്കിയെന്ന് ആമിന തിരിച്ചറിഞ്ഞു. നജീബിന്റെ കൂടെയുള്ള ഓരോ ദിവസവും ആമിനയ്ക്ക് നരക തുല്യമായിരുന്നു. അവൻ അവളെ വെറും ഒരു കളിപ്പാട്ടമായി മാത്രം കണ്ടു. താൻ അഷറഫിനെ ചതിച്ചതുപോലെ തന്നെ നജീബും തന്നെ ചതിക്കുകയാണെന്ന് ആമിനയ്ക്ക് ബോധ്യമായി. അതിനിടയ്ക്ക് അഷറഫ് മകൻ റയാനെ വലിയൊരു നിലയിലെത്തിച്ചു. റയാൻ പഠനത്തിൽ മിടുക്കനാവുകയും ഉപ്പയ്ക്കൊരു തണലാവുകയും താങ്ങാവുകയും ചെയ്തു. നാട്ടുകാർക്കിടയിൽ ഒരു മാന്യനായി അഷ്റഫ് ജീവിച്ചു. അവന്റെ ബിസിനസ് പതിയെ പതിയെ വളർന്ന് പന്തലിച്ചു. മകൻ റയാൻ വളർന്നു വലുതായപ്പോൾ അവൻ തന്റെ ഉമ്മയെക്കുറിച്ച് അന്വേഷിക്കാനോ തിരക്കാനോ തയ്യാറായില്ല. അവന് സ്നേഹം നൽകിയത് അവന്റെ ഉപ്പ മാത്രമായിരുന്നു. ആമിന പഴയൊരു ഓർമ്മ മാത്രമായി ആ വീട്ടിൽ അവശേഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആമിന രോഗബാധിതയായി. ഈ സമയം അവളുടെ കൂടെ നജീബ് ഉണ്ടായിരുന്നില്ല. നജീബ് അവളെ ഉപേക്ഷിച്ച് പോയിരുന്നു. തെരുവോരങ്ങളിലും അനാഥാലയങ്ങളിലും ആമിന തന്റെ അവസാന കാലം തള്ളി നീക്കി. താൻ ഒരിക്കൽ ചതിച്ചു പോന്ന വീടിന്റെ മുന്നിലൂടെ അവൾ പലപ്പോഴും നടന്നുപോയി. പക്ഷെ ഒരിക്കൽ പോലും ആ ഗേറ്റിന്റെ ഉള്ളിലേക്ക് നോക്കാൻ പോലും അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ആ വീടിന്റെ ഉള്ളിൽ നിന്ന് കേട്ട റയാന്റെ ചിരിയും അഷ്റഫിന്റെ സമാധാനപൂർണമായ ജീവിതവും ആമിനയെ കൂടുതൽ വേദനിപ്പിച്ചു. പടച്ചവന്റെ ശിക്ഷ ഇഹലോകത്ത് വെച്ച് തന്നെ തനിക്ക് ലഭിച്ചു എന്നോർത്ത് അവൾ പരിതപിച്ചു. അഷറഫും മകനും സന്തോഷമായി ജീവിക്കുമ്പോൾ ആമിന തന്റെ പഴയകാലം ഓർത്ത് ഇരുട്ടറയുടെ ഉള്ളിൽ ഓരോ നിമിഷവും നീറി മരിച്ചുകൊണ്ടിരുന്നു. സ്നേഹത്തിന് മേൽ ലഹരി തേടിപ്പോയ ഒരുവരുടെ അവസാനം ഇങ്ങനെയാകുമെന്ന് ആരും കരുതിയില്ല. ഒടുവിൽ ആരും അറിയാതെ, ആരും കൂടെയില്ലാതെ ആമിന ഒരു പുലർക്കാലത്ത്
ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.